ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ യൂണിറ്റ് 10 ആണ്. ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തത് 1 to 10 വരെയുള്ള യൂണിറ്റ് നമ്മൾ കവർ ചെയ്തു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊല്യൂഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, റിസോഴ്സസ് നമ്മളെ പ്രകൃതി വിഭവങ്ങളെ, നാച്ചുറൽ റിസോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഇൻഡസ്ട്രിയലൈസേഷൻ അതായത് വ്യവസായവൽക്കരണം എങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് എങ്ങനെ വന്നത് നമ്മൾ നോക്കി. പിന്നെ ഡിസേർട്ട് ഏരിയ, കോസ്റ്റൽ ഏരിയ, എന്താ പറയുക, നമ്മളെ ഭൂമിയിലുള്ള എൻവയോൺമെൻ്റൽ ആയി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്ത്, അതായത് നമ്മൾ പഠന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എത്തി നിൽക്കുന്നത് 10th യൂണിറ്റിലാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഇതിൽ പറയുന്നത് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് എക്സ്പെക്റ്റഡ് ലേണിംഗ്സ് ഔട്ട്കംസ് ആൻഡ് ടോക്സിക്സ് വൈറസ് ഹസാർഡ്സ് ആൻഡ് വേസ്റ്റ് മിനിമൈസേഷൻ, റീസൈക്ലിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓൾറെഡി മൊത്തത്തിൽ പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേസ്റ്റ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളത് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വേസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് മാനേജ് ചെയ്യാം. ഈ വേസ്റ്റാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്രശ്നം, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ യൂണിറ്റിൽ പറയുന്ന ഒരു പ്രോബ്ലമാണ് വേസ്റ്റ് ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എന്ത് ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും വേസ്റ്റ് ഒരു പ്രോബ്ലമാണ്. കാരണം ഒരു കല്യാണമായ എന്ത് ചടങ്ങായാലും, അതായത് ഇൻട്രൊഡക്ഷൻ മിസ് ഫുള്ളാക്കിയിട്ടില്ല. പൊതുവെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഇത് തന്നെയാണ്, വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. എങ്ങനെ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും, അത് റിലേറ്റഡ് ടു എർത്ത് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, അത് പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്യാം, വേസ്റ്റ് എവിടെ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നു, നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യുന്നത്, ഏതൊക്കെ സെക്ഷനിലൂടെയാണ് എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷനിലും കാര്യങ്ങളിലൊക്കെ. അതായത് സോഴ്സ് ഓഫ് വേസ്റ്റ് ജനറേഷൻ ആൻഡ് പ്രിവലന്റ് മെത്തേഡ്സ് ഓഫ് ഡിസ്പോസൽ, ഇഫക്റ്റ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽസ്, അതാണ് ടെക്നിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, അങ്ങനെയുള്ള വേസ്റ്റ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്ന രീതിയിലുള്ള പല തരത്തിലുള്ള സെക്ഷനും അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതുള്ള പ്രാക്ടിക്കലായി നമ്മളെ എർത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും മനുഷ്യർ എന്തൊക്കെയാണ് അതിലേക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എർത്തിന് അതെങ്ങനെ ബാധിക്കുന്നു, വേസ്റ്റ് അതേപോലെ കൂട്ടിയിടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇഫക്ട്സ്, ഫിസിക്കലി നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, ശാരീരിക പ്രോബ്ലംസ്, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെ പല കാര്യങ്ങളും ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ ബിഗ് പ്രോബ്ലമാണെന്ന് നേരത്തെ മിസ് പറഞ്ഞു. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് ഇൻട്രൊഡക്ഷനിലും നമ്മളെ ഈ ഒരു എക്സ്പ്ലനേഷനിലൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റ് 10 നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതിൽ ഇൻട്രൊഡക്ഷൻ പറയുന്നത്, In the previous unit, you have learned about environmental pollution and factors of responsible of generations of pollutants. അതായത് നമ്മൾ ഇതുവരെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ് മിസ് വായിച്ചതാണ്. ഇൻട്രൊഡക്ഷൻ മിസ് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ എന്താണെന്നുള്ള ഒരു ഫസ്റ്റ് തുടക്കമാണ് മിസ് ഇൻട്രൊഡക്ഷൻ വായിക്കുന്നത്. ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് യു ഹാവ് ലേൺ അബൌട്ട് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഓഫ് ജനറേഷൻസ് ഓഫ് പൊല്യൂട്ടൻസ്. അതായത് നമ്മൾ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ, നമ്മൾ മലിനീകരണത്തെ പറ്റി നമ്മൾ പറഞ്ഞു, എയർ പൊല്യൂഷൻ പറഞ്ഞു, വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു. മൊത്തത്തിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പരിസ്ഥിതി മലിനീകരണത്തിൽ പെടുന്നതാണ് എയറും വാട്ടറും സോയിലും, നമ്മൾ നടക്കുന്ന പ്രദേശം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ അന്തരീക്ഷം, പിന്നെ പുകപടലങ്ങളിലൂടെ വരുന്ന പ്രശ്നങ്ങൾ, മൊത്തം എയർ പൊല്യൂഷൻ. അതായത് വാട്ടറിലൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ പൊല്യൂഷനൊക്കെ വളരെ എഫക്റ്റ് പ്രശ്നങ്ങളാവുന്നതും പ്രോബ്ലംസ് സൈഡ് എഫക്റ്റ് വരുന്നതും പകർച്ചവ്യാധികൾ, അതിൽ പിന്നെ ജീവജന്തുജാലങ്ങളെ എങ്ങനെയാണത് ബാധിക്കുന്നതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പൊല്യൂഷൻ വേറൊരു പ്രോബ്ലം, വേസ്റ്റിനെ അതിനേക്കാളും വലിയൊരു പ്രോബ്ലമാണ് പൊല്യൂഷൻ. അതായത് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഓരോ യൂണിറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ യൂണിറ്റ്സിലെല്ലാം കവർ ചെയ്ത് വന്നത് ഓരോ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ പരിസ്ഥിതിയെ ഈ പ്രശ്നങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നത്, അതായത് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നത് 10th യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പം ഇതിന് പഠിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത് വീണ്ടും പൊല്യൂഷനാണ്.
നമ്മളിത് ഇൻട്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ പറയുന്നത് പൊല്യൂഷനാണ്. പൊല്യൂഷൻ, എയർ പൊല്യൂഷനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്, സോയിൽ പൊല്യൂഷൻ പറയുന്നുണ്ട്, അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷൻ പറയുന്നുണ്ട്. ഇതെല്ലാം വാട്ടിലൂടെ പോകുന്നത് ജന്തുജാലങ്ങൾ വെള്ളം കുടിക്കുന്നു. ഇപ്പോൾ അത് കാക്കയാണെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, വെള്ളം അതായത് പുഴയിലൂടെ ഒഴുകുന്ന ഈ ഒരു അത് ഫാക്ടറികളിൽ നിന്ന് പോകുന്ന മലിനജലം വെള്ളത്തിൽ കലരുന്നു. അതായത് അടുത്തുള്ള പുഴയിൽ കലരുന്നു. വെള്ളം മീൻസ് പുഴ, കായൽ, ആ കുളം, അതിനടുത്തുള്ള എല്ലാ പോൺസ് ആയാലും ലേക്ക് ആയാലും റിവർ ആയാലും അതിൽ കലരുന്നു. അതിന് മുകളിൽ എന്തുണ്ട്, ഒരു പാട പോലെ ഒരു ചെറിയൊരു സംഭവങ്ങൾ, അതിന് പാട, ഒരു മലിനജലം കെട്ടിക്കിടക്കുമ്പോൾ ഒരു പാട വരും. ആ പാട ആരും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ഈ ജലം കുടിക്കാൻ വരുന്ന പക്ഷികളൊന്നും എന്താണല്ലോ നോക്കുന്നില്ല. ഒരു ഫാക്ടറിയുടെ അടുത്തുള്ള കാര്യം മിസ് പറയുന്നത്. എയർ പൊല്യൂഷൻ ആണ്. ഫാക്ടറിയിൽ നിന്ന് പോകുന്നത് എന്താണ്, കാർബൺ പോലുള്ള ബ്ലാക്ക് കളറിലാണ് ഇത് പുക പോകുമ്പോൾ അത് അന്തരീക്ഷത്തിൽ നിന്ന് വായു മലിനീകരണം. ഫാക്ടറിയിൽ നിന്ന് പോകുന്ന ജലം പോകുന്നത് റിവറിലേക്കാണെങ്കിൽ അവിടെ വരുന്ന പക്ഷികൾ അത് ജലം കുടിക്കുമ്പോൾ ഈ പക്ഷികൾ പാറിപ്പറക്കുമ്പോൾ ചിറകിൽ അവിടെ എന്താ പറയുക, അവർക്ക് അതിൻ്റെ ഭാരം, ചിറക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ആ ഒരു ഇവർ ചിലപ്പം ഈ എന്താണ് മീൻകൊത്തി പക്ഷി എന്നൊക്കെ പറയുക, പെട്ടെന്ന് വെള്ളം കുടിച്ച് മീനെ കൊത്തി പറക്കുന്ന ചില പക്ഷികളൊക്കെ ഉണ്ട്. കാക്കായൽ അങ്ങനെയുള്ള കാക്ക, പരുന്ത്, ചില മീൻകൊത്തി പക്ഷികൾ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചില പക്ഷികൾ ഓടി വന്ന് പാറി വന്ന് താഴ്ന്ന് മീനിനെ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ഉയർന്ന് പറക്കുമ്പോൾ അവരുടെ ചിറകുകളിൽ എന്ത് പറ്റിപ്പിടിക്കുന്നു, ഈ ഒരു ജലാംശം അല്ലെങ്കിൽ ഈ ഒരു പാട പോലെയുള്ള ഈ ഫാക്ടറികളിൽ നിന്ന് വരുന്ന മലിനജലത്തിലുള്ള കെമിക്കൽ പറ്റിപ്പിടിച്ച് അവർ പറക്കാൻ പറ്റാതെ താഴേക്ക് തന്നെ വീണ് പക്ഷികൾ ചത്തൊടുങ്ങുന്ന കാഴ്ച നമ്മൾ ദിനംപ്രതി കണ്ടുവരുന്നതോ. അങ്ങനെയാണ് പല അതിന് സൈഡ് ഇഫക്റ്റ് പോകുന്ന രീതിയാണ് മിസ് പറഞ്ഞത്. അപ്പോൾ ജന്തുജാലങ്ങൾക്ക്, അത് കുടിക്കുന്ന പശുക്കൾ അല്ലേ, അതിനടുത്ത് മേഞ്ഞ് നടക്കുന്ന പുല്ലൊക്കെ തിന്ന പശുക്കൾ, അത് കുടിച്ച പശുക്കൾ മരിക്കും. അത് കുടിക്കുന്ന മനുഷ്യന്, ജീവനുള്ള എല്ലാവർക്കും, ജീവൻ ഇല്ലാത്ത സംഭവങ്ങൾ അതിൽ ഒഴുകി നടക്കണമെങ്കിൽ ജീവനുള്ളവർക്കാണ് പ്രാധാന്യം കൊടുക്കുക. അവർക്കെല്ലാം പ്രശ്നങ്ങളാണ് എന്ത്, നമ്മുടെ പൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷനാണ് മിസ് വായിച്ചത്. അപ്പോൾ പൊല്യൂഷൻ എങ്ങനെയാണ്, ജസ്റ്റ് പൊല്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പൊല്യൂഷൻ എത്ര ഇഫക്റ്റാണ് നമ്മൾ ഇത്രയും കവർ ചെയ്തു വന്നു. ഇതിൽ ഇനി പറയുന്നത് ഇതിൽ പറയുന്ന നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കംസ് പറയുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി സ്റ്റഡി ഓഫ് ദിസ് യൂണിറ്റ് you should be able to define and classify the result waste of chemicals from toxic chemical, explain the prerequisites of hazardous waste management, and compare and contrast various methods of disposal of hazardous waste, and describe how hazardous waste is being disposed of personal country and an appreciate impact of improper management. ഇതൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ മിസ് ഇൻട്രൊഡക്ഷനിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ് മാത്രമേ മിസ് എന്ത് ചെയ്തിട്ടുള്ളൂ, ബോർഡിൽ എഴുതിയിട്ടുള്ളൂ. ഇതിൽ ഫസ്റ്റ് മുനിസിപ്പൽ വേസ്റ്റ് ആണ് പറയുന്നത്. ഇതുവരെ മിസ് പറഞ്ഞത് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമുക്ക് എന്താ അത് ഉപയോഗിച്ചതിന് ശേഷം കത്തിച്ച് കളയാം, അത് പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് നമുക്ക് അന്തരീക്ഷത്തിന് മലിനീകരിക്കപ്പെടാതെ, നമ്മുടെ അറ്റ്മോസ്ഫിയറും നമ്മുടെ എൻവയോൺമെൻറ്റും നമ്മുടെ സറൗണ്ടിങ്സും മലിനീകരിക്കപ്പെടാതെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള മാനേജ്മെൻറ്റാണ് എന്ത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുനിസിപ്പൽ മാനേജ്മെൻറ്റ്. നമുക്കറിയാം മുനിസിപ്പൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ നിങ്ങൾക്കറിയാം എന്താണ്, ഈ ഒരു വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഗവൺമെൻറ് തന്നെ നിർത്തിയിട്ടുണ്ട്. അവർ റെസിഡൻഷ്യൽ ഏരിയ അല്ല, അവർക്കൊരു ഏരിയ തിരുത്തുന്ന ഓരോ വീടുകൾ, ഹൗസിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അതൊക്കെ അവർ വേറെ തന്നെ കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിൽ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് മാനേജ് ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് മുനിസിപ്പൽ വേസ്റ്റിനെ കൂടെ ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നേരത്തെ മിസ് പറഞ്ഞത് കൺസെപ്റ്റ്, അതായത് വേസ്റ്റ് മാനേജ് ചെയ്യാൻ നമ്മളെ ഗവൺമെൻറ് മുനിസിപ്പലായിട്ടും അല്ലാതെ എന്ത് ചെയ്യുക, മെഡിക്കൽ കോളേജ്, നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും മഞ്ചേരി മെഡിക്കൽ കോളേജ്, അങ്ങനെ തിരുവനന്തപുരം എവിടെ ജില്ലയിലും മെഡിക്കൽ കോളേജ് ഉണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ ഇഷ്ടം പോലെ വേസ്റ്റ്, അതായത് ഒരു ജില്ലയിൽ ഒരു ജില്ല അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലുള്ള മെഡിക്കൽ കോളേജുകളിൽ വരുന്ന വേസ്റ്റുകൾ കുറഞ്ഞ പക്ഷം വലിയ കണ്ടെയ്നറിലാക്കി അത് റീസൈക്കിൾ ചെയ്ത് അങ്ങനെ അന്തരീക്ഷത്തിൽ എന്താവാതെ ബുദ്ധിമുട്ടാവാതെ അന്തരീക്ഷം നമ്മുടെ എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ കൺസെപ്റ്റാണ് മിസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻവയോൺമെൻ്റൽ, അതായത് നമ്മുടെ പരിസ്ഥിതി സറൗണ്ടിങ്സ് മലിനീകരിക്കപ്പെടാതെ റീസൈക്കിൾ ചെയ്ത് അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൽ പറഞ്ഞത്. സോളിഡ് വേസ്റ്റ് മാനേജ്, നമുക്കറിയാം സോളിഡ് വേസ്റ്റ് മാനേജ്
ദെൻ പറയുന്നത് നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജിൽ പറയുന്നത് റീസൈക്ലിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. അത് കൺസെപ്റ്റിൽ വീണ്ടും ഒരു പോയിന്റ് പറയുന്നത് റീസൈക്ലിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് നേരത്തെ മിസ് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ വ്യവസായവൽക്കരണം കൊണ്ട് നമ്മുടെ പരിസ്ഥിതി വളരെ കുറേ എന്തായിട്ടുണ്ട്, മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഫാക്ടറി ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം അറിയാം, ധാരാളം ഫാക്ടറികളും സംഭവങ്ങളൊക്കെ വന്ന ഒരു കാലഘട്ടമാണല്ലോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും കൂടും. അതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യുന്ന കൂടെ എന്തും കൂടും, അതിൻ്റെ പുക അന്തരീക്ഷത്തിൽ പ്രൊഡക്റ്റ് കൂടും തോറും എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ മാലിന്യങ്ങൾ പുക അന്തരീക്ഷത്തിലേക്ക് കലരുന്നതും കൂടും. പുഴയിലേക്ക് ഒഴുക്കുന്നതും, അതായത് വേസ്റ്റ് ഇതിലേക്ക് എങ്ങോട്ട് പുഴ, കുളം അല്ലെങ്കിൽ കടലോ എവിടേക്കൊക്കെ ആണെങ്കിലും ഒഴുക്കുന്നതും ഗ്രോത്ത് കൂടുക ചെയ്യുക. ഇൻഡസ്ട്രിയലൈസേഷൻ സ്പ്രെഡ്, അതായത് ഗ്രോത്ത് ആകും തോറും ഇങ്ങനെ ചില സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്നാണ് എന്തിൽ പറയുന്നത്, കൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ വേസ്റ്റ് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നും കൺസെപ്റ്റിൽ പറയുന്നു. അതായത് കൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പൽ വേസ്റ്റിനെ പറ്റി മിസ് പറഞ്ഞു. ആ ഭാഗത്ത് അങ്ങനെയുള്ള തൊഴിലാളികൾ റെസിഡൻഷ്യൽ ഏരിയ ഓരോ ഹൗസിൽ നിന്നും വന്ന് ഗവൺമെൻറ് ബേസ് ചെയ്യുന്ന സംഭവമാണ്. മുനിസിപ്പൽ വേസ്റ്റ് ഒക്കെ എടുത്ത് അവർ അതിൻ്റെതായ റീസൈക്ലിംഗ് കൊടുത്ത് വേസ്റ്റ് അതിൻ്റെതായ മാനേജ് ചെയ്യുന്നു. നെക്സ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത് കൺസെപ്റ്റിൽ പറയുന്നത് എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, അത് തന്നെയാണ് പറഞ്ഞത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. നമുക്കറിയാം വിവാഹ സൽക്കാര അങ്ങനെ വിവാഹം അങ്ങനെ ഫംഗ്ഷൻ വലിയ ഫംഗ്ഷനിലൊക്കെ പോയാൽ നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റ് ആൻഡ് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് തരുന്നത്. ആ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ എൻവയോൺമെൻറ്റലിന് പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാത്ത തരത്തിൽ അത് റീസൈക്ലിംഗ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് മാനേജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ വാട്ടർ കൺസ്യൂമർ ആൻഡ് പ്രൈമറി ഇൻഡസ്ട്രി. ദെൻ ഇതിൽ പറയും വാട്ടർ മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമർ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൈമറി ഇൻഡസ്ട്രി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും. വാട്ടർ നമുക്കറിയാം വെള്ളം പൊല്യൂഷനായി ബന്ധപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വാട്ടർ ജലം മലിനീകരിക്കപ്പെടുന്നത് നേരത്തെ ആ ഫാക്ടറിയിൽ പോഴുകുന്ന ആ മലിന വെള്ളം തന്നെയാണ് അധികം എക്സാമ്പിളായിട്ട് വരുന്നത്. കാരണം അതും വെള്ളത്തിലേക്കാണ് കലരുന്നത്. വാട്ടർ എവിടെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ കലരുമ്പോൾ എന്തായി മാറും, അതൊരു പൊല്യൂഷൻ. അതും എന്തായിട്ടുണ്ട്, നമ്മുടെ പരിസ്ഥിതി എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നു. കൺസ്യൂമർ മീൻസ് നമ്മൾ ഉപഭോക്താക്കൾ, നമ്മൾ തന്നെയാണ്, ഹ്യൂമൻ ബീങ് തന്നെയാണ് എല്ലാത്തിനും ചിലതിന് കാരണമായി വരുന്നത്. പ്രൈമറി ഇൻഡസ്ട്രി മീൻസ് ചെറിയ ഇൻഡസ്ട്രീസ് ആദ്യമായി തുടങ്ങുന്ന. ഇപ്പം പ്രൈമറി ഇൻഡസ്ട്രി മീൻസ് നോർമലി ഇൻഡസ്ട്രീൻ്റെ കാര്യം തന്നെ, ഇൻഡസ്ട്രിയലൈസേഷൻ തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും എന്തിലേക്ക് കാരണമാവുന്നു, നമ്മളെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിലേക്ക് കാരണമാവുന്നു. വേസ്റ്റ് മിനിമൈസേഷൻ മാക്സിമം വേസ്റ്റ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. വേസ്റ്റ് മിനിമൈസേഷൻ വരുന്നതും കൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റിലാണ്. വേസ്റ്റ് മിനിമൈസേഷനിൽ പറയുന്നത് ദ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ടു മിനിമം. റെഡ്യൂസ് ചെയ്യുക, അതായത് അത് ഇല്ലാതാക്കാൻ, തുടച്ചു മാറ്റാൻ എന്ത് ചെയ്യണം, നമ്മുടെ വേസ്റ്റ് മിനിമൈസ് ചെയ്യണം. അതായത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെ വേസ്റ്റ് ആയാലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ വേസ്റ്റ് മിനിമൈസേഷൻ. ദെൻ ദർ മേജർ വേസ്റ്റ് റിഡക്ഷൻ സ്കീം ആർ ഓഫൺ യു ക്യാൻ സമ്മറൈസ് ദസ് ബിലോ. പ്രോസസ് ഓഫ് മോഡിഫിക്കേഷൻ വേസ്റ്റ് കോൺസെൻട്രേഷൻ, അതായത് പ്രോസസ് മോഡിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ് ഇതിലാണ് നമ്മൾ പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റിലാണ്. ഓഫൺ ദ ഇൻഡസ്ട്രിയൽ പ്രോസസ് ക്യാൻ ബി ആൾട്ടേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യൂസ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ഒപ്റ്റിമൈസ്ഡ് ആൻഡ് വേസ്റ്റ് റെഡ്യൂസ്ഡ് ഇൻ മിനിമം നമ്മൾ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, മിനിമം നമുക്ക് എങ്ങനെയൊക്കെ വേസ്റ്റ് മാനേജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ സറൗണ്ടിങ്സിനെ നമ്മളെ പൊല്യൂഷൻസ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെൻറ്റിലെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി നമ്മൾ എന്തിൽ പറയുന്നു, വേസ്റ്റ് മാനേജിലെ കൺസെപ്റ്റിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് സോളിഡ് വേസ്റ്റ് സോളിഡ് വേസ്റ്റ്. നമുക്കറിയാം സോളിഡ് വേസ്റ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞു യൂണിറ്റ് 9 ഒരു പകുതിയോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് സോളിഡിനെ പറ്റി തന്നെയാണ് അല്ലേ. സോളിഡ് നമ്മൾ എന്ത് ചെയ്യാം, മണ്ണിന് നമുക്ക് എങ്ങനെയൊക്കെ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 9th യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.